ഇപ്പോൾ ഈ കായിക മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് വന്ന ചെലവ് ഉൾപ്പെടെ അത് പൊതുഖജനാവിൽ നിന്നാണ്. അതൊന്നും എനിക്കറിയാം, അത് എന്റെ ഭാഗമല്ലോ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. നിങ്ങൾ കായിക മന്ത്രിയുടെ ചെലവോ സർക്കാരിന്റെ ചെലവോ ഒക്കെ നിങ്ങൾ സർക്കാരിനോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ സ്പെൻഡ് ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സ്റ്റേഡിയം പിടിച്ചെടുക്കാനുള്ള പ്ലാനാണോ? അതാണല്ലോ ഇപ്പോൾ ഇന്ന് MP പറഞ്ഞു അതിൻ്റെ ഭാവി പ്ലാൻ. എനിക്ക് ഭാവി ഇതാണ് എൻ്റെ പ്ലാൻ. ഞാനിത് വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പക്ഷേ എന്താണ്, ഇത് ഈ അവസ്ഥയിൽ ഇട്ട് കൊടുക്കില്ല. ഇത് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ ഇടാൻ പറഞ്ഞാൽ ഇടും. സർക്കാർ ഇനി പണിയണ്ട. ഇനി എനിക്ക് ലെറ്ററായിട്ട് തന്നാൽ മതി. ആൻഡോ ഓഗസ്റ്റിന് ഈ സ്റ്റേഡിയത്തിൽ ഇനി ഒരു പണി നടത്തണ്ട. ഇതിവിടെ ഇങ്ങനെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല, അങ്ങനെ ലെറ്ററോട് തരണം എനിക്ക്. ഏതാ നിങ്ങൾ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാരാണ്? ഇപ്പോൾ MP എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ. ഇനി ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. മനസ്സിലായോ? അങ്ങനെ അല്ല, ഞാൻ അതൊക്കെ എൻ്റെ അല്ലല്ലോ, അതൊക്കെ GCD തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് അറിയില്ല. അല്ല, അതായിക്കോട്ടെ. അല്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉദ്ദേശം നീക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, എന്നെ സംബന്ധിച്ചോളം ഞാൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ GCDക്ക് ഹാൻഡ് ഓവർ ചെയ്യും. GCD എനിക്ക് അവകാശം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കളി കൊണ്ടുവരുന്ന കാലത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നിങ്ങൾ ഈ കേരള ഭാഷ ചോദിക്കുമല്ലോ. ഒരു മിനിറ്റ് അടുത്ത വിൻഡോ. അതാണ് ഈ പറയുന്നത്. ഞാൻ ഈ വർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ GCDക്കും സർക്കാരിനും കൊടുക്കും. ഇങ്ങനെ മാർച്ചിൽ കളിയുണ്ട്, ഈ സ്റ്റേഡിയം വിട്ടു തരാൻ കഴിയുമെന്ന് ചോദിക്കും. പറ്റുമെന്ന് പറഞ്ഞാൽ മാർച്ചിൽ കളി നടത്തും, പറ്റില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല. ഇനി നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ ISLനോ നിങ്ങൾ ഇവിടെ ഇനി പൊളിച്ച് തലയെ കൊച്ചിടുമല്ലോ, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്ന സമയത്ത്, എന്നെ വളരെ വൾഗറായിട്ട് എന്തോ വലിയ സംഭവം കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റം കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ ഈ അർജന്റീനയായിട്ട് സംസാരിച്ചത് പ്രശ്നമാണോ? ഞാൻ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ഞാൻ ഈ ഫുട്ബോളിന് ഇതിനുവേണ്ടി ഈ സ്റ്റേഡിയം ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഞാനത് കേൾക്കാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ ഇത് ചെയ്ത്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതോ ഏത് അതോറിറ്റി, ഇപ്പോൾ GCDക്ക് പറയാം, പിന്നെ സർക്കാരിന് പറയാം, MPക്ക് പറയാം, MLAക്ക് പറയാം, ഇത് ഈ പരിപാടി ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ് നിർത്താം. ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയുമായി നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയെന്ന് പറയുന്നു. ആ ധാരണയിൽ പറയുന്ന പ്രകാരം 30-ാം തീയതി അവസാനിച്ചു. അത്രേ ഉള്ളൂ. 30-ാം തീയതി അതിനുള്ളിൽ കളി നടത്തണം. ഏത് നവംബർ മാസത്തിൽ കളി നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കളി നടത്തിയിട്ട് 30-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്യും തിരിച്ച്. എനിക്ക് അത്രേ ദിവസമുള്ളൂ. അല്ല, ഞാൻ നവാസ് മീരാനെ 2-3 പ്രാവശ്യം സംസാരിച്ചു, കണ്ടു, ചെയ്തു. അവർ ഉൾപ്പെടേണ്ട ഒരു സംവിധാനം ഇപ്പം ഇല്ല. ഞാൻ പറയുന്നത് കളിയിലേക്ക് എത്തുമ്പോഴല്ല. ഞാനിപ്പോൾ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കണം, ഇവിടെ അസോസിയേഷൻ ഉണ്ടാക്കണം. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, FIFA ആപ്ലിക്കേഷൻ്റെ കാര്യം കേരള സ്റ്റേറ്റിന് ഒന്നും ചെയ്യാനില്ലാന്നേ. നമ്മളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എല്ലാ ഫയലും, ഇത് അക്രഡിറ്റേഷൻ ഏജൻസികളുണ്ട്, അവരിത് മുഴുവൻ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർഡിന് ശേഷം ആരുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സൈനോട് കൂടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഇത്രയും അത് ആവശ്യമുള്ളൂ. അതിന് കേരള ഫുട്ബോൾ ക്ലബിൻ്റെ ഒന്നും ആവശ്യമില്ല, അസോസിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നവാസ് മീരിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നവാസ് മീരോട് ഈ കളി നടത്തുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഈ കളി കഴിയുന്ന സമയത്ത്, കളി വരുന്ന സമയത്ത് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം എറണാകുളത്ത്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തി. കാരണം ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലല്ലോ. എത്തുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ ഇത് ഞാൻ അതോറിറ്റി അല്ലാന്ന് എന്നെക്കൊണ്ട് എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത ഒരു പ്രൊജക്റ്റ്, ഗവൺമെൻറ് എടുത്ത പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ഈ കളി നടത്താൻ തീരുമാനിച്ചു. ആ കളി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്ര മുതൽ മുടക്കുണ്ടാവും, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ക്രൂശിച്ചു നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ടിക്കറ്റ് 50 ലക്ഷം എന്നോ 1 കോടി എന്നോ എവിടെയെങ്കിലും പറഞ്ഞോ? നിങ്ങൾ അതാ അവൻ 1 കോടിക്കാണ് വിൽക്കാൻ പോകുന്നത്, 50 കോടിക്ക്. ഇത് നിങ്ങൾ കക്കുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ എന്താണ് പുലി വരുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞാൻ ഇത്രയും നാളും ഇതിനു വേണ്ടി ആത്മാർത്ഥതയോട് കൂട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ ആത്മാർത്ഥതയോടുകൂടി ഇനിയും നിൽക്കും. എന്താണ് എന്നോട് ഇത് നിർത്താൻ പറയുന്നത് വരെ അത് പറയേണ്ടത് ആരാ? സർക്കാരാണ്. അല്ലെങ്കിൽ GCD പറഞ്ഞാലും മതി കേട്ടോ. GCD പറഞ്ഞോളൂ ഈ സ്റ്റേഡിയത്തിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും.